ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി മുട്ട ബജീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് രണ്ട് മീഡിയം സൈസുള്ള സവാള ഇങ്ങനെ നീളത്തിലരിഞ്ഞതാണ്, അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്തതിന് ശേഷം അതിലോട്ട് ചെറുതാക്കി അരിഞ്ഞ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട എടുത്തിട്ട് തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു മുട്ട 2 കഷ്ണങ്ങളാക്കാം കേട്ടോ. നടുകിൽ കൂടെ കീറിയിട്ട് 2 കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ മറ്റേ യെല്ലോ പാട്ടുണ്ടല്ലോ അത് നമുക്ക് സെപ്പറേറ്റ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ യെല്ലോ പാട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവോളയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റഫിങ്ങാണ് നമ്മൾ കോഴിമുട്ടൻ്റെ ഉള്ളിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടുള്ള മാവൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മല്ലിയില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു കട്ടിയിൽ ഒന്ന് മാവ് ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുവിധം കട്ടി വേണം. അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ടൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ മാവിന് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കട്ടി ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിലാണ്. എന്നിട്ട് നമുക്ക് ഈ ഓരോ മുട്ട എടുത്തിട്ട് ഈ മാവിൽ നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് വിട്ട് നിൽക്കുക കേട്ടോ. അല്ലെങ്കിൽ മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വിട്ട് നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡും നമുക്ക് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. 2 സൈഡും നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.